ഈ ട്രെയിനിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ട്രെയിൻ ഏതാണെന്ന്. ഇത് കന്യാകുമാരി ടു നാഗർകോവിൽ പോണ 22:504 തിരുവനന്തപുരം വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. വാഷ് ബേസിനും ബാത്റൂമിൻ്റെ ഒക്കെ ജനറൽ കോച്ചിൻ്റെ അവസ്ഥയാണ്. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വല്ല രോഗം പിടിക്കും. അതാണ് ഈ ട്രെയിനിൻ്റെ അവസ്ഥ എന്ന് പറയണത്. ഞാനിന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് വൈകിട്ട് 5 മണിയായപ്പോൾ എത്തിയതാണ്. അപ്പോൾ ഈ ട്രെയിൻ ലേറ്റായിട്ട് ഓടണുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കയറാമെന്ന് വിചാരിച്ച് ആദ്യമായിട്ടാണ് വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ കയറണത്. ജനറൽ കോച്ചിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ 100 രൂപയാണ് വേണ്ടത്. അത്യാവശ്യം തിരക്കൊഴിവായിരിക്കുള്ളൂ. കാരണം ഫുള്ള് ബംഗാളികളായതുകൊണ്ട് തന്നെ മലയാളികൾ ഈ ട്രെയിൻ അധികം നോക്കാറില്ല. കൂടുതലും ബംഗാളികളാണ് കൂടുതലും ഉണ്ടാവാറ്. അങ്ങനെ വെച്ചിട്ട് കയറിയതാണ്. പക്ഷെ കയറിയപ്പോൾ എൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. ട്രെയിൻ വന്ന് നേരെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായി കയറാൻ. പക്ഷെ എന്നാലും മലയാളികൾ കുറവായിരുന്നു, കൂടുതലും ബംഗാളികളായിരുന്നു. 22:504 കന്യാകുമാരിയിലെ നാഗർകോവിൽ വരെയും പോകുന്ന ആസാമിൽ നിന്ന് ദിബ്രുഗഡ് നിന്ന് തുടങ്ങുന്ന ട്രെയിനാണത്. 4200 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന 2ാമത്തെയോ 3ാമത്തെയോ ട്രെയിനും കണ്ടാണിത്. അങ്ങനെ കയറി വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഇത് ഈ കാണുന്നത്. ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ അടിക്ക് ഒലിച്ച് വരുന്ന അവസ്ഥ. വാഷ് ബേസിനോ ബാത്റൂമോ യൂസ് ചെയ്യാൻ ഒട്ടും പറ്റില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ല. AC-യുടെയും സ്ലീപ്പറിൻ്റെ അവസ്ഥ ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ കയറിയത് ഇത് ആയതുകൊണ്ട് തന്നെ. ട്രെയിനാണെങ്കിൽ 3 മണിക്കൂർ ലേറ്റ്. ഈ ഭാഗത്തൊക്കെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുപോകുന്ന ആൾക്കാർ ഒക്കെ ഉള്ളത്. എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആകെ വെള്ളവും ചെളിയും എല്ലാം കൂടെയുള്ള ഒരു ട്രെയിൻ. അതിൻ്റെ അകത്താണെങ്കിൽ ഒരുപാട് ബംഗാളികൾ. മലയാളീസിന് ഒരാളെ കാണാൻ നമുക്ക് കിട്ടൂല. ഇവന്മാരാണെങ്കിൽ മുറുക്കാനും ഇട്ട് അവിടെ തന്നെ ട്രെയിനിൽ തന്നെ തുപ്പലും പിടിക്കലൊക്കെയാണ്. കാണുമ്പോൾ ഒരെണ്ണം കൊടുക്കാൻ തോന്നും, പക്ഷെ ചെയ്യരുത്. കാരണം ഇവന്മാരായിരിക്കുള്ളൂ ട്രെയിനിൽ കൂടുതൽ. ലേഡീസ് കാര്യങ്ങളൊന്നും ഒരിക്കലും കയറാൻ പാടില്ലാത്ത ട്രെയിനാണ് ഈ വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ട്രെയിനിൻ്റെ നമ്പറിലേക്ക് വിളിച്ച്, പക്ഷെ കിട്ടിയില്ല. അല്ലെങ്കിൽ അവന്മാരെ വിളിച്ചിട്ട് ശരിക്കും പറയായിരുന്നത്. ഒരു പ്രാവശ്യം വിളിച്ചു നോക്കി സാധനത്തിലേക്ക്, പക്ഷെ നടക്കൂല. കാരണം കന്യാകുമാരി വരെ ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്യുള്ളൂ എന്നുള്ളതാണ് പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ ട്രെയിനിൻ്റെ ദയനീയാവസ്ഥ നമുക്ക് ജനറൽ ഒരിക്കലും കയറാൻ പറ്റാത്ത ട്രെയിനാണിത്. ആസാമിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ എല്ലാ ബംഗാളികളും കയറി ഇറങ്ങുന്ന ട്രെയിൻ. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ സീറ്റ് കിട്ടും. സീറ്റ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല. സ്മെല്ല് സഹിച്ചിരിക്കേണ്ട വരുമെന്നുള്ളൂ. പിന്നെ സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡ് ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ സാധാരണ നോർമൽ പോകണമല്ല, എല്ലായിടത്തും പിടിച്ചിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ലേറ്റ് ആയിരിക്കുള്ളൂ വരുമ്പോൾ. അങ്ങനെ കിട്ടണ ഒരു ട്രെയിനാണ് ഈ വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയണത്. തൊട്ടടുത്ത് നിൽക്കണ ഹിന്ദിക്കാരൻ ആ കയ്യിലിട്ട് കാണിക്കുന്നതാണ് ഹാൻഡ്സ് സാധനം. ഇത് വെക്കാൻ പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയണത്. പിന്നെ സീറ്റ് കാലിയതെന്ന് നമുക്ക് ഇങ്ങനെ ഫുള്ള് എവിടെ വേണമെങ്കിലും ഇരിക്കുക കിടക്കൊക്കെ ചെയ്യുക. പക്ഷെ കിടക്കുമ്പോൾ ഒക്കെ നോക്കണം സീറ്റിൽ. ഒരു ടീം വാതിലിൻ്റെ അവിടെ നിൽക്കണം. എത്ര പറഞ്ഞാലും കേൾക്കാത്ത പരിപാടിയാണ് ഈ വാതിലിൻ്റെ അവിടെ നിൽപ്പെന്ന് പറയണത്. എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ പഠിച്ചോളും. ഈ പിള്ളിനോട് ഞാൻ പറഞ്ഞാണ് കയറി നിൽക്കാൻ. കാരണം സൂപ്പർ ഫാസ്റ്റാണ്, അമ്മാതിരി സ്പീഡായിരിക്കുള്ളൂ പോണത്. ഇറങ്ങാൻ നേരത്തെ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ ചവിട്ടി വേണം നമ്മൾ ഇവിടെ നിൽക്കാൻ. സൂപ്പർ ഫാസ്റ്റിൻ്റെ അവസ്ഥയാണ് ഒരു ട്രെയിനിൻ്റെ. ഇതാണ് ദിബ്രുഗഡ് ടു നാഗർകോവിൽ വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. 22:504 ഇതിൻ്റെ നമ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോ ഇത് ഈ ട്രെയിൻ.